തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളി പാകിസ്ഥാൻ സൈന്യം. മാധ്യമപ്രവർത്തകൻ വജഹദ് സയ്യിദ് ഖാനാണ് വാർത്ത പുറത്തുവിട്ടത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കസ്റ്റഡിയിലിരിക്കെ ഇമ്രാൻഖാൻ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്താണ് ഇമ്രാൻഖാൻ സംഭവിക്കുന്നത്? എന്ത് സംഭവിച്ചു? കുടുംബം നേരത്തെ തന്നെ ചില ആശങ്കകൾ ഉന്നയിച്ചതാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം അങ്ങേയറ്റം ഇല്ലാതാവുന്നു എന്ന ആശങ്കകൾ പലകുറി ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇമ്രാൻഖാന് എന്ത് സംഭവിച്ചു എന്ന കാര്യം കൂടി ഉയരുന്നത്. വിശദമായി നോക്കാം. ബി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇമ്രാൻഖാൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം വലിയ ആശങ്കയാണ്. അത് ഇമ്രാൻഖാൻ എന്ന വ്യക്തി പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവാകുന്നതിനും അപ്പുറം അദ്ദേഹം പ്രമുഖ ക്രിക്കറ്റ് താരമാണ്, ലോകമറിയുന്ന ആളാണ്. അപ്പോൾ ഇമ്രാൻഖാൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ സർക്കാരിനൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മരിച്ചിട്ടില്ലെന്ന് സൈന്യം ഉദ്ധരിക്കുമ്പോഴും മറ്റു വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇത് വജാഹദ് സയ്യിദ് ഖാൻ എന്ന മാധ്യമപ്രവർത്തകനാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തുവിടുന്നത്. അദ്ദേഹം ഈ പറയുന്ന കാര്യം സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നോട് ഇക്കാര്യം പറഞ്ഞു. ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ തന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ്. ഇത് സംബന്ധിച്ച് ഇതുവരെ പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം സൈന്യത്തിൽ നിന്നുള്ള വാർത്താക്കുറിപ്പായി പുറത്തു വന്നിട്ടുള്ളത് ഈ പ്രചരണം ശരിയല്ല, തെറ്റായ പ്രചരണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതേസമയം ഇദ്ദേഹത്തെ കാണാൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടി PTA ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കളും കഴിഞ്ഞ വെള്ളിയാഴ്ച ജയിലിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇമ്രാൻഖാനെ കാണാൻ അവർക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്, കാഴ്ച പ്രശ്നമുണ്ട്, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗബാധിതനായ ഇമ്രാൻഖാനെ കാണുന്നതിന് വേണ്ടിയാണ് ഈ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ എത്തിയത്. ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടിയാണ് PTA. അവർ എത്തുമ്പോൾ അവരെ ഇമ്രാൻഖാനെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇമ്രാൻഖാൻ്റെ ഭാര്യ ബുഷ്ര ബീവിയും ജയിലിലാണ്. ഇരുവരും ഈ അഴിമതി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തപ്പെട്ടാണ് ജയിലിലാകുന്നത്. അതുതന്നെ 2023 പുതിയ അന്നത്തെ സർക്കാർ ഈ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ തന്നെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി ഇമ്രാൻഖാനെയും പിടിക്കുന്നു, അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നു. വലിയ വിചാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ ജയിലിൽ തുടരുകയാണ്. ആഡിയാല ജയിലിലാണ് ഇപ്പോൾ ഇമ്രാൻഖാനുള്ളത്. ഒന്ന്, ഈ തോഷഖാന എന്ന ഒരു കുറ്റം, അതായത് ഖജനാവിലേക്ക് വരേണ്ട പണം, എത്തിയ വസ്തുക്കൾ അത് ചെറിയ വില കൊടുത്ത് ഇദ്ദേഹം വാങ്ങുകയും പിന്നീട് മറച്ചു വിൽക്കുകയും ചെയ്തു എന്നതാണ്. അതായത് വിദേശത്ത് നിന്ന് സമ്മാനമായി കിട്ടിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് പാകിസ്ഥാൻ്റെ ഖജനാവിലേക്ക് എത്തിയതാണ്. അത് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ, പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ചെറിയ വില കൊടുത്ത് വാങ്ങി അത് പിന്നീട് വലിയ വിലയ്ക്ക് വിറ്റു എന്ന തരത്തിലുള്ള കേസ് അദ്ദേഹത്തിന് മേലുണ്ട്. അതോടൊപ്പം തന്നെ സിഫർ എന്ന മറ്റൊരു ഈ രേഖാചോർച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു കുറ്റം കൂടി ഇദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ടു. അമേരിക്കയിലുള്ള പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധികൾ അയച്ച ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പുറത്തുവിട്ടു, മാധ്യമങ്ങൾക്കടക്കം നൽകി. അതുവഴി അദ്ദേഹം ധനസമാഹരണം നടത്തി. മാത്രമല്ല പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ മറ്റ് രീതികളിൽ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള കുറ്റം അദ്ദേഹത്തിന് മേൽ ചുമത്തി. അതോടൊപ്പം തന്നെയാണ് അൽ ഖാദർ ട്രസ്റ്റ് യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന പഠന കേന്ദ്രമാണ്. അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു റിയൽ എസ്റ്റേറ്റ് വലിയ മാഫിയ തലവനിൽ നിന്ന് ഭൂമി സ്വന്തമാക്കി അതിന് അയാൾക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു. UK-യിൽ അയാൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. അതിൻ്റെ പ്രതിഫലമായി ഇങ്ങനെ വലിയ തോതിൽ ഭൂമി അയാളിൽ നിന്ന് കൈപ്പറ്റി ആ ഒരു കുറ്റം ചാർത്തപ്പെട്ടു. പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ടും കേസ്, അത് ഈ ബുഷ്റയുടെ കാര്യത്തിൽ ബുഷ്റ നേരത്തെ വിവാഹമോചിതയാണ്. നിർബന്ധമായി ഒരു വിവാഹം കഴിഞ്ഞ് അടുത്ത വിവാഹത്തിന് ഇടയ്ക്കുള്ളൊരു സമയമുണ്ട്. അത് നിർബന്ധമായിട്ടുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം പൂർത്തിയാകുന്നതിന് മുൻപ് അവരെ വിവാഹം ചെയ്തു. ആ ഒരു കുറ്റം ചാർത്തിയാണ് ബുഷ്റയെ കൂടി ജയിലിലടച്ചത്. ഇരുവരും ജയിലിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്, ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ. ആ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത മാസം അവിടെ വലിയൊരു റാലി, ഏതാണ്ട് 20 ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലി സംഘടിപ്പിക്കാൻ ഇപ്പോൾ PTA തീരുമാനിച്ചിട്ടുണ്ട്. സൈത്ത്, ഇമ്രാൻഖാൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ, എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ കൂടി വ്യക്തതയുണ്ടാവണം. അത് പാകിസ്ഥാൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.